9 മുഴുസമയ വാർത്താ ചാനലുകളുള്ള കേരളത്തിലേക്ക് കൂടുതൽ പേർ മത്സരത്തിന്. അയൽപക്ക സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും ഇതിൽ ഉൾപ്പെടും. നിയമസഭാ തെരഞ്ഞെടുപ്പ് മാസങ്ങൾക്കകം നടക്കാനിരിക്കെ നടക്കാൻ പോകുന്നത് കടുത്ത മാർക്ക് റേറ്റിംഗ് മത്സരം. ധനകാര്യ സേവന മേഖലയിൽ ഏറ്റവും വലിയ പ്രത്യക്ഷ വിദേശ നിക്ഷേപം വരുന്നു. ശ്രീറാം ഫിനാൻസിന്റെ 20% ഓഹരി സ്വന്തമാക്കാൻ ജപ്പാനിൽ പ്രമുഖമായ മിത്സുബിഷി ഗ്രൂപ്പ് മുടക്കാൻ ഒരുങ്ങുന്നത് 40,000 കോടി രൂപ. ഓഹരിക്ക് 4% വർധന. സർട്ടിഫിക്കേഷൻ നടപടികൾ ലഘൂകരിച്ച് കയറ്റുമതിയുടെ കാലതാമസം കുറയ്ക്കാൻ കേന്ദ്ര സർക്കാർ. ബജറ്റിൽ പ്രഖ്യാപനം വന്നേക്കുമെന്ന് റിപ്പോർട്ട്. അസംസ്കൃത എണ്ണവില ബാരലിന് $60 താഴെ എത്തിയതിന്റെ പ്രയോജനം കിട്ടാതെ ഇന്ത്യയിലെ വാഹന ഉപയോക്താക്കൾ. വില കുറയ്ക്കുന്നതിന് പകരം എക്സൈസ് തീരുവ കൂട്ടുന്ന കാര്യം പരിഗണനയിൽ. ഓണക്കാലത്ത് കിലോഗ്രാമിന് 500 രൂപ കടന്നത് ചരിത്രമാക്കി വെളിച്ചെണ്ണ വിലയിൽ കുത്തനെ ഇടിവ്. അയൽ സംസ്ഥാനങ്ങളിൽ തേങ്ങ ഉൽപാദനം കൂടിയതോടെ കേരളത്തിൽ വില 360 താഴെ. കുടുംബ ബജറ്റിൽ ആശ്വാസം, കർഷകന് വീണ്ടും നെഞ്ചിടിപ്പ്. ബിസിനസ് വാർത്തകൾ വിശദമായി അറിയാൻ ധനം online.com.